ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ലെമൺ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഈ വീഡിയോന്റെ അപ്പുറത്ത് വെക്കുന്നവളുണ്ടല്ലോ, അവള് ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങിയതാണ് ലെമൺ കേക്ക് എന്ന് പറഞ്ഞിട്ട് ചാർന്നു. അപ്പൊ ഇന്ന് ഫൈനലി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ സമയം 5:30. ഒരു 10 മണിയാകുമ്പോൾ തീർത്താലേ ഒരു 11 മണിയാകുമ്പോൾ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് തുടങ്ങാം. ആ പറഞ്ഞത് എന്നെ പറ്റിയാണ്. അല്ലെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കുന്നവരുടെ രോദനം വേറെ ആർക്കും പറഞ്ഞ് മനസ്സിലാവില്ലല്ലോ. ചുമ്മാ പറഞ്ഞതാണേ. എന്താണെന്നറിയില്ല, ഈ ഇംഗ്ലീഷുകാരെ വീഡിയോ എടുത്താൽ അവർക്ക് ഈ ലെമൺ കേക്ക് ഉണ്ടാക്കാനേ നേരുള്ളൂ. ഇതിന് മാത്രം ടേസ്റ്റ് ഉണ്ടോ ഈ ലെമൺ കേക്കിനെന്ന് ആദ്യമൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഇതിൻ്റെ റെസിപ്പി തപ്പി ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു തീർത്തു. അങ്ങനെ കണ്ട് ഇഷ്ടമായി എന്നൊക്കെ പറയില്ലേ, അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കേക്കാണത്. ലാസ്റ്റ് ഇത് ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഇപ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് വന്നത്. പക്ഷേ ഞാൻ പോകുന്നതിന് മുന്നേയുള്ള കുറച്ച് സമയമാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് കിട്ടിയത്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ടാങ്കി ആയിട്ടുള്ള കുറച്ച് പുളിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാവും. ചോക്ലേറ്റ് ലവേഴ്സ് ആയിട്ട് പോലും ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് അത്ര പുളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്ന ലെമൺ കേർഡ് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്യുകയോ ചെയ്യാം. പിന്നെ ഇവിടെ ധൃതി പിടിച്ച് കേക്കിൻ്റെ പണി തീർക്കാൻ നോക്കിയതിൻ്റെയും ശ്രദ്ധക്കുറവിൻ്റെയും ഫില്ലിങ് കുറച്ച് അധികം കൂടിപ്പോയതിൻ്റെയാണ് കേക്ക് മറിഞ്ഞു വീണത്. നമുക്ക് പിന്നെ ഇത് കഴിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇതെന്ത് ഷേപ്പിലായാലും വി ഡോണ്ട് കെയർ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മളിവിടെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ലെമൺ ഫ്ലേവേർഡ് ആയിട്ടുള്ള സ്വിസ് മെറിൻ ക്രീം ചീസ് ബട്ടർ ക്രീമാണ്. പിന്നെ തീരെ പുളി ഇഷ്ടമില്ലാത്ത ഒരാളുടെ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്.